ഹായ് ഓൾ, വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. റേസ് എഡ്യൂക്കേഷനിൽ നിന്ന് നിങ്ങളെ സ്വന്തം ആസിം സാറാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ നീറ്റിൻ്റെ റിസൾട്ട് വന്നു, നീറ്റിൻ്റെ ഓൾ ഇന്ത്യ സ്കോർ അറിഞ്ഞ് നിൽക്കുന്ന കുട്ടികളായിരിക്കും. ഓൾ ഇന്ത്യ റാങ്ക് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മുടെ എല്ലാവരും മെയിൻ ആയിട്ടുള്ള കൺസേൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കേരള റാങ്ക് എത്രയായിരിക്കും എന്നുള്ളത് കൺഫ്യൂഷനിലായിരിക്കും നമ്മളെല്ലാ മക്കളും. അപ്പൊ നമ്മുടെ എക്സാമിന്റെ റിസൾട്ട് വന്നിട്ട് ഇപ്പൊ ഏകദേശം ഈ കഴിഞ്ഞ ഒരു 1 വീക്ക് ആയിട്ടുള്ള നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ട് ഇനി എന്നായിരിക്കും നമ്മുടെ കേരള റാങ്ക് വരിക, നിങ്ങളുടെ കേരള റാങ്ക് ഏത് റേഞ്ചിലായിരിക്കും വരിക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറെ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ എനിക്ക് NBBS BDS അല്ലാതെ ബാക്കി വരുന്ന അഗ്രികൾച്ചർ, വെറ്റിനറി പോലെയുള്ള വേറെ കോഴ്സുകൾ, ഹോമിയോപ്പതി ഉണ്ട്, യുനാനി ഉണ്ട്, സിദ്ധ, അങ്ങനെ ബാക്കി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ ഞാൻ NRI സീറ്റിലേക്ക് നോക്കണം, അല്ലെങ്കിൽ ഞാൻ പുറത്ത് MBBSന് ട്രൈ ചെയ്യണം. അപ്പം ഇതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യണമെങ്കിൽ അതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മുടെ കേരളയിലെ റാങ്ക് എത്രയായിരിക്കും. അപ്പം ഓൾ ഇന്ത്യ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെയാണ് കേരള റാങ്ക് കണ്ടെത്താൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പം എന്താണ് ആക്ച്വലി കേരള റാങ്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ CEE.in, നമ്മുടെ CEE.in എന്ന് പറഞ്ഞ സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾ കേരള റാങ്ക് ലിസ്റ്റിൽ വരൂ. ഇപ്പം എന്താണ് വന്നിട്ടുള്ളത്? ഇപ്പൊ നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക് ആണ് വന്നിട്ടുള്ളത്. അതായത് മൊത്തം 22 ലക്ഷം കുട്ടികൾ എഴുതിയ ഒരു എക്സാമിൽ, 22 lakhs ഓഫ് സ്റ്റുഡൻസ് അപ്പിയർ ചെയ്ത ഒരു എക്സാമിൽ ഏകദേശം പകുതിയാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. 11 lakhന്റെ അടുത്ത് സ്റ്റുഡൻസ് ആണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ 11 ലക്ഷത്തിൽ നിങ്ങൾ എവിടെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ റാങ്കിൽ കണ്ടിട്ടുള്ളത്. ഇനി ഈ 11 ലക്ഷത്തിൽ എത്ര കേരള സ്റ്റുഡൻസ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, അതിൽ കേരളത്തിൽ നിങ്ങൾ എത്രാമത്തെ ആളാണ് എന്നുള്ളതാണ് നമ്മളെ കേരള റാങ്കിലൂടെ അറിയാൻ കഴിയുക. അപ്പൊ ഈ കേരള റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ കേരള ഗവൺമെന്റിലുള്ള എല്ലാ മെഡിക്കൽ കോളേജസിലേക്കുമുള്ള 85% ഓഫ് സീറ്റിനും അഡ്മിഷൻ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കൂ, നമ്മളിപ്പോ ഒരു കോളേജിൽ, കേരളത്തിലുള്ള ഒരു ഗവൺമെന്റ് കോളേജിൽ ഒരു 100 സീറ്റ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കാം. കേരളത്തിലുള്ള ഗവൺമെന്റ് കോളേജിൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ ഈ 100 സീറ്റിലെ 85 സീറ്റിലേക്കും അഡ്മിഷൻ നടത്തുന്നത് നമ്മളെ കേരള ഗവൺമെന്റ് ആണ്. 85% സീറ്റിലേക്കും കേരള ഗവൺമെന്റ് ആണ് അഡ്മിഷൻ നടത്തുന്നത്. എന്നാൽ ബാക്കി വരുന്ന 15 സീറ്റ്, ബാക്കി വരുന്ന 15 സീറ്റ്, ഈ 15 സീറ്റിലേക്ക് നമ്മുടെ അഡ്മിഷൻ നടത്തുന്നത് ഓൾ ഇന്ത്യ കോട്ട വഴിയാണ്. ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് അഡ്മിഷൻ നടത്തുന്നത്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന 85 സീറ്റിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? CEE എന്ന് പറഞ്ഞ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷന്റെ സൈറ്റിൽ പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഇനി അഥവാ ഇതിന്റെ രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ അത് അന്ന് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ മുൻപ് ഈ സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട്, അതായത് 23-ാം തീയതി തൊട്ട് 23-ാം തീയതി ജൂലൈ തൊട്ട് നിങ്ങൾക്ക് പണ്ട് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. മാത്രമല്ല അത് നിങ്ങളെ സൈറ്റിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഇന്ന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. മാത്രമല്ല ആ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് വേണ്ട കോഴ്സസ് ഏതൊക്കെയാണ്, കോഴ്സ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതൊക്കെ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ അതിന്റെ ഒരു സമയവുമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ 2025 ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, 2025 നമ്മളെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജൂൺ 14-ാം തീയതിയാണ്. ജൂൺ 14-ാം തീയതി റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷം ജൂലൈ 16-ാം തീയതിയാണ്, 16th ഓഫ് ജൂലൈയിലാണ് നമുക്ക് നമ്മുടെ മാർക്കുകളെല്ലാം ഈ CEE വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയമായിട്ട് ഉണ്ടായിരുന്നത്. അതായത് നമുക്ക് ഏകദേശം ഒരു മാസമുണ്ട്. റിസൾട്ട് വന്നതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ സൈറ്റിലേക്ക് നിങ്ങളെ മാർക്കൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം ആ സമയത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് ടുഡേ ഓൺ 23rd ജൂലൈ ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് നിങ്ങൾ അഥവാ CE എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാത്രമല്ല ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ സെലക്ട് ചെയ്യാനുമുള്ള ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ വർഷം 16-ാം തീയതി 2025 ജൂലൈ 16-ാം തീയതി ആയിരുന്നു നിങ്ങളോട് മാർക്ക് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ടെമ്പററി ആയിട്ടുള്ള ഒരു കേരള റാങ്ക് ലിസ്റ്റ് വന്നത് ജൂലൈ 25-നാണ്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം, അതായത് നമ്മൾ മാർക്ക് അപ്ലോഡ് ചെയ്തതിനു ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത ടെമ്പററി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അതിന് തൊട്ട് പിന്നാലെ 28-ാം തീയതി ജൂലൈ 28-നായിട്ട് നമ്മൾ
നമ്മളൊരു ഫൈനൽ ആയിട്ടുള്ള ഒരു കേരള റാങ്ക് ലിസ്റ്റ്, ഒഫീഷ്യൽ കേരള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 14-ാം തീയതി റിസൾട്ട് വന്നിട്ട് പിന്നെ 28-ാം തീയതി ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഫൈനൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പം അതിനിടയിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് CEE എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. മാത്രമല്ല രജിസ്റ്റർ ചെയ്താൽ മാത്രം പോലും നിങ്ങൾ അതിലേക്ക് നിങ്ങളെ മാർക്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. അതിനുള്ളൊക്കെ സമയമായിട്ട് വരുന്നുള്ളൂ. അപ്പൊ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഞാൻ വീണ്ടും പറയാണ്, രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ പോയി രജിസ്റ്റർ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ, നിങ്ങൾ ചിലപ്പം ആദ്യം രജിസ്റ്റർ ചെയ്തപ്പോൾ എഞ്ചിനീയറിംഗ് കോഴ്സ് മാത്രം മതി എന്നുള്ളതായിരിക്കും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ എഞ്ചിനീയറിംഗിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകൾ വേണം എന്നുള്ളത് ഓപ്റ്റ് ചെയ്യാനുള്ള നേരമാണ്. മാത്രമല്ല അതിന്റെ കൂടെ വേറെ കുറെ അഡീഷണൽ ആയിട്ടുള്ള പുതിയ കോഴ്സുകളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി മാത്രമല്ല ഈ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ അലോട്ട്മെന്റ് പ്രോസസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം എന്നാൽ ഈ പ്രാവശ്യം നിങ്ങൾക്കറിയാം നമുക്ക് വന്നിട്ടുള്ളത് ഒരു റീനീറ്റ് എക്സാം ആണ്. റീനീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ റിസൾട്ട് തന്നെ വന്നത് കഴിഞ്ഞ വീക്കാണ്. അതായത് ഈ പറയുന്ന ജൂലൈ 16th അല്ലെങ്കിൽ 14th ആ ഒരു റേഞ്ചിലാണ് നമ്മൾ റിസൾട്ട് വന്നിട്ടുള്ളത്. അപ്പം വീണ്ടും ഈ റിസൾട്ട് വന്നിട്ട് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായ പോലെയുള്ള ഒരു മാസത്തിന്റെ ഡിലേ നമുക്ക് ഈ വർഷം എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. കാരണം അഡ്മിഷന്റെ പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഇന്ന് 23rd റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നോട്ടീസും കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വിത്തിൻ ഒരു 1 അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 2 വീക്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഫൈനൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ എന്തായാലും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതിലൊന്നും ഫർദർ ആയിട്ടുള്ള ഡിലേ ഉണ്ടാകും. കാരണം നമ്മളെ എക്സാം തന്നെ റീനീറ്റ് വന്നത് കൊണ്ട് ഡിലേ ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു 2026 ഡാറ്റ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ 2026 ഡാറ്റ നമ്മളെ എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പബ്ലിഷ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ റാങ്ക് 89 വന്ന കുട്ടിയാണ്. ഓൾ ഇന്ത്യയിൽ റാങ്ക് 89 വന്ന കുട്ടിയാണ് കേരളയിലെ ഫസ്റ്റ് റാങ്ക്. ഓൾ ഇന്ത്യ റാങ്ക് 169 വന്ന ആളാണ് കേരളയിലെ സെക്കൻഡ് റാങ്ക്. 183 ആണ് തേർഡ് റാങ്ക് ആൻഡ് 220 ആണ് കേരളയിലെ ഫോർത്ത് റാങ്ക് ആൻഡ് 234 ആണ് കേരളയിലെ ഫിഫ്ത്ത് റാങ്ക്. ഇത് നമ്മുടെ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ അവരുടെ മാർക്കും റാങ്കുകളും പബ്ലിഷ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു ഡാറ്റയാണ്. ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഡാറ്റയല്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്ക് ഏകദേശം നോക്കി കഴിഞ്ഞാൽ ഇത് 2025 2025 കണക്ക് പ്രകാരമാണ്. 2025 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ 10,000 എന്നൊരു കുട്ടി, ഓൾ ഇന്ത്യ 10,000, ഓൾ ഇന്ത്യ റാങ്ക് 10,000 വന്നിട്ടുള്ള ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കേരള റാങ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് വിത്തിൻ 1000. ഓൾ ഇന്ത്യ റാങ്ക് 10,000 വന്നൊരു കുട്ടിക്ക്, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 11,634 വന്നൊരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് വിത്തിൻ 1000. അതായത് 1000 താഴെ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടാൻ വളരെ അധികം ചാൻസ് ഉള്ള ഒരു റാങ്കാണ്, ഒരു ജനറൽ കുട്ടിയെ സംബന്ധിച്ചിട്ടാണ് കേട്ടോ. ഇനി ഒരു 22,000 ഓൾ ഇന്ത്യ റാങ്ക് വന്നൊരു കുട്ടി ഏകദേശം വന്നത് കേരള റാങ്ക് ഒരു 2000 റേഞ്ചിലാണ്. മാത്രമല്ല 32ലേക്ക് പോയി കഴിഞ്ഞാൽ അത് 3000 ആവുന്നു, 43 ആവുമ്പോൾ അത് 4000 ആവുന്നു, വീണ്ടും ഒരു 10,000 പോകുമ്പോൾ ഇവിടെ വീണ്ടും ഒരു 1000 റാങ്ക് വരുന്നു. ആൻഡ് 60,000ലേക്ക് എത്തുമ്പോൾ അത് 5,600ലേക്ക് എത്തുന്നു. 70,000ലേക്ക് എത്തുമ്പോൾ അതൊരു 6,500ലേക്ക് എത്തുന്നു. 80,000ലേക്ക് എത്തുമ്പോൾ അത് 7,400ലേക്ക് എത്തുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 1,50,000ലേക്കൊക്കെ എത്തുമ്പോൾ നമ്മളെ കേരള റാങ്ക് അപ്രോക്സിമേറ്റ്ലി 12K to 13K റേഞ്ചിലേക്ക് ആവുന്നു. പിന്നെ അതൊരു 3,50,000ലേക്ക് എത്തുമ്പോൾ അത് 23,000 ആവുന്നു. ആൻഡ് 8 ലാഖിലേക്കൊക്കെ എത്തുമ്പോൾ അതൊരു 37,000 ആവുന്നു. യൂഷ്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 22 ലാഖ് സ്റ്റുഡൻസ് എഴുതിയൊരു എക്സാമ്പിൾ 11 ലാഖിന്റെ അടുത്താണ് ക്വാളിഫൈ ചെയ്യുന്നത്. ആ ക്വാളിഫൈ ചെയ്തിട്ടുള്ള 11 ലാഖ് സ്റ്റുഡൻസിൽ ഒരു 50 to 60K കേരളൈറ്റ്സ് ആയിരിക്കും. 50 to 60K ആയിരുന്നു നമ്മളെ കേരളത്തിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വരാറുള്ളത്. അപ്പം ഇതൊരു 2025 ഒരു ഡാറ്റ അടിസ്ഥാനത്തിലാണ്. കൃത്യമായിട്ട് ഇതുപോലെയൊന്നും വരണമെന്നില്ല. 2026 ഡാറ്റയിൽ ചില ചേഞ്ചസ് വരാം. എന്നാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏകദേശം നമ്മളെ കേരള റാങ്ക് എവിടെ വരും, ഏത് റേഞ്ചിൽ വരും എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി MBBS ഗവൺമെന്റ് സീറ്റ് പ്ലാൻ ചെയ്യുന്നവരാണ്, ജനറൽ കാറ്റഗറി ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി വിത്തിൻ
1000 കേരള റാങ്ക് 1000ന്റെ അടിയിൽ വന്നു കഴിഞ്ഞാലാണ് അവർക്ക് സേഫ് ആയിട്ടൊരു ഗവൺമെന്റ് ജനറൽ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരു MBBS സീറ്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കി 1100 കിട്ടൂല എന്നല്ല, എന്നാലും ജനറലി നമ്മൾ കണ്ടുവരുന്ന ട്രെൻഡ് അങ്ങനെയാണ്. ഓക്കെ, ബാക്കി അപ്പൊ നിങ്ങൾക്ക് ബാക്കി ഈ 2000 3000 4000 5000 ഈ ഒരു റാങ്ക് റേഞ്ചിലുള്ള ആൾക്കാർക്ക് ഏതൊക്കെ കോഴ്സുകൾ കിട്ടും, ഏതൊക്കെ കോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, കാര്യങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെയാണ് ബെസ്റ്റ് കോളേജുകൾ എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഒന്നും മിസ് ഔട്ട് ചെയ്യാതെക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.